നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചുള്ള ഒരു പലഹാരം ഒരുപക്ഷെ അടയായിരിക്കും അല്ലേ. അത് തന്നെ അരിപ്പൊടിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, റാഗി കൊണ്ട്, ചേമ്പ് കൊണ്ട്, അങ്ങനെ പല ജാതി ഐറ്റം കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാം. പോരാത്തതിന് ചട്ടിയിൽ പൊള്ളിച്ചത്, ആവിയിൽ വേവിച്ചത്, ഇലയുള്ളത്, ഇല ഇല്ലാത്തത്, ശർക്കര ഇട്ടത്, ശർക്കര ഇടാത്തത്, ചക്ക അട, അങ്ങനെ എന്തോരം വെറൈറ്റി അടകളാണ് നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാലേ. നിങ്ങൾക്ക് അറിയാവുന്ന വെറൈറ്റി അടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോതമ്പയിലയുടെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര, കുറച്ച് നെയ്യും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് ഒട്ടുന്ന രീതിയിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം അരമുറി തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ 1/4 കപ്പ് ശർക്കരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ച് മാത്രമേ എടുക്കാവൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചുക്കും ഏലക്കായും ചെറിയ ജീരകവും കൂടെ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇല നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കുക. കയ്യിലൊരല്പം വെള്ളം തടവിയിട്ട് എത്രത്തോളം തിന്നാക്കി പരത്താവോ അത്രയും തിന്നായിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ തിന്നാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുക കേട്ടോ. ഇനി ഇതിനകത്ത് ഫില്ലിംഗ് വെച്ച് മടക്കി ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇലയുടെ റെഡിയായി. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അട ഏതാണെന്നുള്ളത് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്